സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 7 മാസമായുള്ള കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റ്സ് എന്താണെന്നോ അവർക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങളായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ 6 മന്ത് വരെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടില്ല, പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 7 മാസമായിട്ടുള്ള കുഞ്ഞിൻ്റെത് ഫസ്റ്റ് തന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ടീത്തിങ് ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സമയത്താട്ടോ. 6 മാസം തൊട്ട് ഒരു 9 മാസം 10 മാസം ആകുമ്പോഴേക്കും ആണ് അവരുടെ ആദ്യത്തെ പല്ല് വരാന്ന് പറയും. ഈ ഒരു സമയം ഇടവേളയിൽ വരാട്ടോ, എപ്പോൾ വേണമെങ്കിലും വരാം. പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എൻ്റെ മൂത്ത മോൾക്ക് 7 മാസം ആകുമ്പോൾ തന്നെ താഴെ 2 പല്ല് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി മൂക്കിപ്പം 10, രണ്ടാമത്തെ മൂക്കിപ്പം 10 മാസം തികഞ്ഞു വന്നിട്ട് പല്ല് വന്നിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെയും ചാൻസ് ഉണ്ട് കേട്ടോ. 10 മാസം ആയാലും ചിലപ്പോൾ ഒരു വയസ്സായ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരാതിരിക്കണം കേട്ടോ. അത് നമ്മൾ ടെൻഷൻ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എനിക്കും ടെൻഷൻ ഉണ്ട്. പക്ഷേ നോർമലി ഡോക്ടേഴ്സ് പറയുന്നത് ഒരു 15 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് പല്ല് വരുന്നുണ്ടോ എന്ന് നോക്കുക, അതിനുശേഷം ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പാരമ്പര്യപരമായിട്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പല്ല് വരാൻ ലേറ്റ് ആയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പേഴ്സണലി എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ടാണ് പല്ല് വന്ന് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഞാനും വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ആ ടീത്തിങ്ങിൻ്റെ പ്രോബ്ലംസ് വരുന്ന ഒരു പ്രായമാണ് ഈ ഒരു 7 മാസം എന്നൊക്കെ പറയുന്നത്. അപ്പം അതിൻ്റെതായ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യാത്ത ഒരു സമയത്ത്, അതേപോലെ തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ഫുഡ് കൊടുത്തു കൊടുക്കുന്ന ഒരു സമയമാണ്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമല്ലേ കുഞ്ഞുങ്ങൾക്ക് സോളിഡ് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. 6 മാസം കംപ്ലീറ്റ് ചെയ്തിട്ട് 7 മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് നോർമലി ഫുഡ് കൊടുത്തു തുടങ്ങുക. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു മീൽസ് ആയിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓരോ വീക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോൾ അവർക്ക് ഓരോ മീൽസ് കൂട്ടി കൊടുക്കുക ചെയ്യാം കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം 1 മീലാണ് അവർക്ക് കൊടുക്കേണ്ടത്. അത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ മോർണിംഗ് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടോ കാര്യങ്ങളുണ്ടോ ഒക്കെ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ മോർണിംഗ് ആണ് ബെസ്റ്റ് ടൈം. അതേപോലെ തന്നെ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാനും പാടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ട്, അത് പോയി നോക്കാം. അതിനുശേഷം എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളുടെ നമ്മൾ ഫിസിക്കലായിട്ട് കണ്ടുവരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റ് ആവും. ഈ ഒരു സമയം തൊട്ടിട്ട് അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരുന്ന് തുടങ്ങും. കാരണം നമ്മൾ പിടിച്ച് അങ്ങനെയൊന്നും വേണ്ട. ഈ ഒരു സമയം തൊട്ട് അവരുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയർ എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അവർക്ക് നല്ലൊരു സ്ട്രെങ്ത് വന്നിട്ടുണ്ടാവും. കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ഇരുന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇരുന്ന് തന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെരിഞ്ഞിട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും എടുത്തൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇനിയിപ്പം ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പിടിച്ചിരുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെയുള്ള ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഈ കിടന്ന് കമിഞ്ഞ് കളിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഫുൾ റോൾ ഓവർ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സമയത്ത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഇരുന്നൊക്കെ തുടങ്ങിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ അവർ പിടിച്ച് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ പിടിച്ച് കയറി നിൽക്കുന്നുണ്ടാവും. നമ്മൾ സോഫയുടെ ആ സൈഡിലൊക്കെ പിടിച്ച് കയറി നിന്നും തുടങ്ങിയിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ചില കുഞ്ഞുങ്ങൾ മുട്ടുകുത്തി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ 2 മക്കളും ഈ 7 മന്തിലാട്ടോ മുട്ടുകുത്തി സ്റ്റാർട്ട് ചെയ്തത്. അവർ 2 പേരും മുട്ടുകുത്താൻ തുടങ്ങിയത് ഈ ഒരു സമയത്താണ്. പിടിച്ച് നിൽക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇരുന്നാലും എല്ലാ സ്ഥലത്തേക്ക് തിരിഞ്ഞും മറിഞ്ഞൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഫിസിക്കലി ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 2 പേരുടെയും ലാംഗ്വേജ് സംസാരിക്കുന്ന കാര്യത്തിലാണ് പിന്നെയും കുറച്ചൊരു ഡിലേ ആയിട്ടുള്ള എന്നാലും ആക്റ്റീവ് ഫിസിക്കലിയുള്ള ആ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞുങ്ങളും വ്യത്യാസമായിരിക്കും. കാരണം ചില കുഞ്ഞുങ്ങൾ പെട്ടെന്ന് സംസാരിക്കുമായിരിക്കും, ഫിസിക്കലി ഉള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ലേറ്റ് ആവുമായിരിക്കും. കാരണം അവരൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലാംഗ്വേജിൽ ചിലപ്പോൾ അവർ കുറച്ചൊന്ന് ലേറ്റ് ആകും. കാരണം അവരുടെ ബ്രെയിൻ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നന്നായിട്ട് സംസാരിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഡിലേ ആവും. അപ്പം ഞാൻ മൈൽ സ്റ്റോണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഏതൊക്കെ പ്രായത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് അത് പോയി കണ്ടു നോക്കാം കേട്ടോ. ഇനി അവരുടെ സ്ലീപ്പിംഗ്, അതേപോലെ തന്നെ അവരെടുക്കുന്ന നാപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ നാപ്പ് എടുക്കുന്നത് ഒരു 2 പ്രാവശ്യമെങ്കിലും ഒരു നാപ്പ് എടുത്തിരിക്കണം എന്ന് പറയും. അതേപോലെ തന്നെ അവർ ഫുൾ നൈറ്റ് ഉറങ്ങി തുടങ്ങും കേട്ടോ. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ ഇനി ടീത്തിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഒരു ഇറിറ്റേഷൻ കാരണം ഉറങ്ങാതിരിക്കുക എന്നല്ലാതെ പ്രോപ്പറായിട്ട് നോർമലി അവർ ഫുൾ നൈറ്റ് ഉറങ്ങി തുടങ്ങും. അപ്പം നന്നായിട്ട് എഴുന്നേൽപ്പിച്ച് അവർക്ക് പാൽ കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതാണ് അവരുടെ ഉറക്കിൻ്റെ കാര്യം. ഇനി ഉറക്കൊക്കെ നോർമലി ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഓരോ മാസങ്ങളിലും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, നാപ്പ് മാത്രം കുറഞ്ഞു വരും. അപ്പം ഇതാണ് ഉറക്കിൻ്റെ കാര്യം. ഒരു മെൻ്റലി എന്ന് പറയാൻ അവർ ഭയങ്കരമായിട്ട് എല്ലാം മനസ്സിലാക്കി തുടങ്ങും കേട്ടോ. ഒരു ഫെമിലാരിറ്റി അവരുടെ കാര്യത്തിലുണ്ടാവും. ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ അവർക്ക് ആ സമയത്ത് ഇപ്പം നമ്മൾ മുറ്റത്ത് അവരെ കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാവുമായിരിക്കും ചിലപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ. ആ സമയമാകുമ്പോഴേക്കും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അവർ അതിനെ പറ്റിയിട്ടുള്ളൊരു സൈൻ നമുക്ക് കാണിച്ചു തരും കേട്ടോ. അങ്ങനെയുള്ളൊരു ഫെമിലാരിറ്റി അവരുടെ കാര്യത്തിലുണ്ട്. എല്ലാം മനസ്സിലാക്കി തുടങ്ങും അവർ. അതേപോലെ തന്നെ ആൾക്കാരെയും അമ്മയും അച്ഛനെയും അവരൊക്കെ അങ്ങനെ അവർക്ക് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങും. അതൊരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതേപോലെ
തന്നെ സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഇപ്പം അമ്മമാരെ നമ്മൾ കുഞ്ഞുങ്ങളെപ്പോഴും അമ്മമാരായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അമ്മമാരെ എവിടെയെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അവർ കരഞ്ഞു കൊടുക്കും പുറത്ത് പോകുന്ന കാണുമ്പോൾ. അതേപോലെ തന്നെ തിരിച്ച് വന്ന് കയറുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവർ ഭയങ്കര സന്തോഷം കാണിക്കുന്നത് കാണാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ആൻസൈറ്റി അവർ കാണിക്കുന്നത് കാണാം കേട്ടോ. പൊതുവേ ഈ പറയാനുള്ളത് അമ്മമാരുമായിട്ട് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് വരികയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് കാണാം. അപ്പം നിങ്ങളിപ്പം എന്തെങ്കിലും കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഉറക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ചില സമയങ്ങളിലൊക്കെ അമ്മമാരെടുത്തോ അല്ലെങ്കിൽ പാർട്ട്ണറെടുത്തോ ആരെങ്കിലും അടുത്തൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. ഒരു നേരം വേറൊരാൾ ഫുഡ് കൊടുക്കാം, ഒരു നേരം വേറൊരാൾ ഉറക്കുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കുറച്ചും കൂടി സോഷ്യലാവും. ഈ അമ്മയിൽ മാത്രം ഒതുങ്ങില്ല അവർ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ അമ്മമാർക്ക് എപ്പോഴും എല്ലാ കാര്യവും നമ്മൾ തന്നെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കുഞ്ഞുങ്ങൾ നമ്മൾ തന്നെ ഒട്ടി നിൽക്കുന്നതിനേക്കാൾ എത്രയോ നല്ലത് അവർ എല്ലാവരുമായിട്ടും സോഷ്യലായിട്ട് നിൽക്കുന്നതും അവരുടെ കാര്യങ്ങളിൽ ഒരു ഇൻഡിപെൻഡൻസ് ആയി വരാൻ അവരെ സഹായിക്കുന്നതും ആ ഒരു കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഫുഡ് കൊടുക്കുന്ന കാര്യമാണെങ്കിലും ഉറക്കുന്ന കാര്യമാണെങ്കിലും വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ അത്രയും അവർക്കൊരു എന്താ പറയുക, ഒരു വിഷമം തോന്നില്ല. അപ്പോൾ നമ്മളതെപ്പോഴും അങ്ങനെ ചെയ്ത് വളർത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓരോ പ്രായത്തും തോറും അങ്ങനെ വളർത്താൻ വേണ്ടി ശ്രമിക്കുക കുഞ്ഞുങ്ങളെ. പിന്നെ അവരുടെ മോട്ടോർ സ്കിൽ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡെവലപ്പ് ആയിട്ടുണ്ടാകും. ഈ ഒരു സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും അവർ. ഒരുപാട് കളിച്ച് നടക്കാൻ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു സമയത്തുള്ളത്. ഏകദേശം പോയിട്ട് ഒരു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 6 kg മുതൽ ഒരു 10 kgൻ്റെ ഉള്ളിൽ ആയിരിക്കും. എല്ലാവരും ഒരു പക്ക വീട്ടിലുണ്ടാവില്ല, ഇതിൻ്റെ ഇടയിലായിരിക്കും ഉണ്ടാവുക അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് 7 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളും. അത് കൊടുക്കാവുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയാനുള്ളത് നമ്മൾ ഒളിച്ച് കളിക്കുക എന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ഒളിച്ച് കാണില്ല കണ്ടു എന്നിങ്ങനെ പറയില്ലേ, അങ്ങനെ ഹൈഡ് ചെയ്ത് കളിക്കുന്നത് അവർക്ക് ഈ സമയത്ത് വളരെ ഇഷ്ടമാവും ചെയ്യും. അതിലൂടെ ഒരു സാധനം പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് വരും എന്ന് ഉള്ളൊരു കാര്യം അവർക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മളൊരാൾ അമ്മ പുറത്ത് പോയി എന്നുള്ള രീതിയിൽ അവർക്ക് ഭയങ്കര ഒരു വെറിയാവുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള ഗെയിംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സംഭവം പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരും, അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഒക്കെ അവർക്ക് പഠിക്കാൻ പറ്റും ഈ ഒരു രീതിയിലുള്ള ഗെയിം കളിപ്പിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഒരുപാട് ടോയ്സ്, ഈ ബോളൊക്കെ ഉരുട്ടി വിട്ടിട്ടുള്ള കളി, അങ്ങനത്തെ കളികൾ പ്രത്യേകിച്ച് ബോൾസ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമാവുകയും ചെയ്യും. അത് അവർക്ക് നല്ലൊരു മൂവ്മെൻറ്റ്സ് കൂടിയായിരിക്കും കളിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. അതേപോലെ തന്നെ അവർ എപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കാം, എന്തെങ്കിലുമൊക്കെ കളിക്കാൻ പറഞ്ഞു കൊടുത്തിട്ട്. അതേപോലെ ബുക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ചെയ്യണം. ചെറുതിൽ മുതലേ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയം തൊട്ട് അങ്ങോട്ട് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഒരുപാട് വേർഡ്സ് പറഞ്ഞു. ഒരു വയസ്സാകുമ്പോഴേക്കും ഒരു 5 വേർഡ്സെങ്കിലും അവർ പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഏകദേശം അമ്മ, പപ്പ ഇതൊക്കെ നമ്മൾ ഡെയിലി പറയുന്നുണ്ടാവും, പറഞ്ഞു കൊടുക്കണം. അമ്മമ്മ, അതുപോലെ സിബ്ലിങ്സ് എന്തെങ്കിലും ചേച്ചി, ചേട്ടൻ. അപ്പോൾ അവർ ഏകദേശം ഒരു 2-3 വേർഡൊക്കെ അവർ പിക്ക് ചെയ്ത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും. അതിന് വളരെ, ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞുങ്ങൾ എൻ്റെ മക്കൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് രീതിയിൽ ചെയ്ത് വന്നെങ്കിലും ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അവർ ഡിലേ ആയിരുന്നില്ല. പക്ഷേ സൈലൻ്റ് ആയിരുന്നു അവർ. പലപ്പോഴും സൈലൻ്റ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കുറച്ച് വേർഡ്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുറച്ച് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ബുക്സ് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ബുക്സിൽ ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അതേപോലെ അവിടെ പപ്പ നാട്ടിലില്ലാത്തതിന് ഫോട്ടോ കാണിച്ച് പപ്പ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനെ വേഗം ക്യാച്ച് ചെയ്യാൻ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അവരതിനെ ക്യാച്ച് ചെയ്യും. അവർ വേറൊരു കാര്യം ചെയ്യും. അവരിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ളൊരു ശ്രമത്തിലാണെങ്കിൽ നിങ്ങൾ എത്ര ഇനി ലാംഗ്വേജ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവരതിനെ ക്യാച്ച് ചെയ്യണമെന്നില്ല. അവർ എന്തിലാണോ ഒരു കാര്യത്തിൽ എയിം ചെയ്തിട്ടുള്ളത് അതിനാണ് അവർ ആദ്യം അച്ചീവ് ചെയ്യുക. പക്ഷെ നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അവരതിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഇതൊക്കെയാണ് എനിക്ക് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്.